നമസ്കാരം. ഗതാഗത വാരവാർത്തകൾ. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനപ്രകാരം സ്റ്റേജ് കാരേജ് വാഹനങ്ങളിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ നിരീക്ഷണ ക്യാമറ ഘടിപ്പിക്കണമെന്ന് കേരള മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. സ്റ്റേജ് കാരേജ് ബസ്സുകളിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായും സ്റ്റേജ് കാരേജ് മുഖേന ഉണ്ടാകുന്ന അപകടങ്ങൾ നിരീക്ഷിക്കുന്നതിനായുമാണ് ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് നിഷ്കർഷിച്ചിരിക്കുന്നത്. ബസിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ബസ്സിനുള്ളിലും കൂടാതെ ഡ്രൈവർ ഫെറ്റിക് ഡിറ്റക്ഷൻ സെൻസർ ക്യാമറയും ഫുട്സ്റ്റെപ്പിലേക്ക് കേന്ദ്രീകരിച്ച് മറ്റൊരു ക്യാമറയുമാണ് സ്ഥാപിക്കേണ്ടത്. മോട്ടോർ വാഹന നികുതി കുടിശ്ശിക ഇളവുകളോടെ ഒടുക്കി നിയമ നടപടികളിൽ നിന്നും മറ്റു ബാധ്യതകളിൽ നിന്നും ഒഴിവാകാൻ കഴിയുന്ന കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ മാസം 31-ന് അവസാനിക്കും. 31/3/2020 വരെ നികുതി ഒടുക്കുകയും അതിനുശേഷം നികുതി ഒടുക്കുവാൻ കഴിയാതെ വരികയും ചെയ്ത വാഹന ഉടമകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി ബാധ്യതകളിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. 1/4/2020 മുതൽ 31/3/2024 വരെയുള്ള നികുതിയും അധിക നികുതിയും പലിശയും ഉൾപ്പെടുന്ന ആകെ തുകയുടെ 30% മാത്രം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും 40% മാത്രം നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും ഒടുക്കി നികുതി ബാധ്യത ഇല്ലാതെയാക്കാൻ കഴിയും. 31/3/2020 വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായും നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനായി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നിലനിൽക്കുന്ന RT ഓഫീസിനെയോ സബ് RT ഓഫീസിനെയോ സമീപിക്കാവുന്നതാണ്. പദ്ധതി പ്രകാരം നികുതി ഒടുക്കുന്നതിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഫണ്ട് വരിസംഖ്യ അടച്ച രസീത് എന്നിവ ആവശ്യമില്ല. വാഹനത്തിനെ സംബന്ധിച്ച് വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഉടമയ്ക്ക് അറിവില്ലാതിരിക്കുകയോ വാഹനം മോഷണം പോവുകയോ വാഹനം പൊളിച്ചു കളയുകയോ ചെയ്തു എങ്കിലും വാഹനം നശിച്ചു പോയെങ്കിലും ഈ പദ്ധതി പ്രകാരം 31/3/2024 വരെയുള്ള നികുതി ബാധ്യത തീർക്കാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാലും വാഹനം നിരത്തിൽ സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയാൽ 1/4/2024 മുതലുള്ള നികുതി ഒടുക്കണമെന്നുള്ള വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. കേരളത്തിൽ പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള 2 കേന്ദ്രങ്ങൾ സ്വകാര്യ മേഖലയിൽ ആരംഭിക്കുന്നതിന് കേരള മോട്ടോർ വാഹന വകുപ്പ് ടെൻഡറുകൾ ക്ഷണിച്ചു. etenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലാക്കിയതിന്റെ ഭാഗമായി വാഹന ഉടമകൾക്ക് തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും അവരവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാവുന്നതാണ്. പരിവാഹൻ വെബ്സൈറ്റിലെ ഓൺലൈൻ സർവീസസിൽ നിന്നും വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുത്ത് സംസ്ഥാനം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ചേർത്തതിന് ശേഷം താഴെയായി കാണുന്ന ബോക്സിൽ ടിക്ക് മാർക്ക് നൽകി പ്രൊസീഡ് ചെയ്യുക. വീണ്ടും പ്രൊസീഡ് ചെയ്യുന്നതോടെ മറ്റൊരു വിൻഡോ തുറന്നു വരികയും അതിൽ ഡൗൺലോഡ് ഡോക്യുമെന്റ്സിൽ നിന്നും പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകി ചേസിസ് നമ്പറിന്റെ 5 അക്കങ്ങൾ രേഖപ്പെടുത്തി വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OTP ജനറേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പറിനോടൊപ്പം ചേർത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP എന്റർ OTP എന്ന ഭാഗത്ത് ചേർത്ത് ഷോ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. താങ്കളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടർന്ന് കാണാനാകുന്നതും അത് PDF ആയി സേവ് ചെയ്യാനാകുന്നതും പ്രിന്റ് ചെയ്യാനാകുന്നതും ആണ്. തിരുവനന്തപുരം വേളാവൂരിലുണ്ടായ വാഹനാപകടത്തിൽ വാമനപുരം സബ് രജിസ്ട്രാർ ശ്രീ SV രാജേഷ് മരിച്ചു. വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങളെ അധികരിച്ച് തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് RT ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ നിതിൻ രാജ് നൽകുന്ന വിശകലനം. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഒന്നിൽ കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അപകടം സംഭവിച്ചതും അതുവഴി ഒരാളിന് ജീവൻ നഷ്ടമായതും എന്ന് മനസ്സിലാക്കാം. അപകടം നടന്നത് ഒരു ഫ്യൂൽ സ്റ്റേഷന്റെ മുന്നിലാണ്. ഫ്യൂൽ സ്റ്റേഷന്റെ ഇൻ ആൻഡ് ഔട്ട് കൃത്യമായി പാലിക്കാതെ 2 ഇരുചക്ര വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നതും കാണാം. ഈ സമയം ഫ്യൂൽ സ്റ്റേഷനിലേക്ക് കയറുന്നതിനായി ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കടന്നുവരുന്ന ഒരു വെള്ള ചരക്ക് വാഹനവും കാണാം. ഈ ചരക്ക് വാഹനം
ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നതുവരെ കാത്തു നിൽക്കാതെ ഇടത്തേക്ക് ഇൻഡിക്കേറ്ററും ഇട്ട് വലത്തേക്ക് കയറി ഇരുചക്ര വാഹനങ്ങളെയും മറികടന്ന് ഫ്യൂൽ സ്റ്റേഷനിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും കാണാം. ഇടത്തേക്ക് ഇൻഡിക്കേറ്ററുടെ ചരക്ക് വാഹനം അപ്രതീക്ഷിതമായി വലത്തേക്ക് കയറുന്നത് കണ്ട പിന്നാലെ വരികയായിരുന്ന ഈ മരണപ്പെട്ട വ്യക്തി പാനിക് ബ്രേക്കിംഗ് ചെയ്യുകയും എതിർദിശയിൽ വരികയായിരുന്ന ആംബുലൻസിന് മുന്നിലേക്ക് നിയന്ത്രണം വിട്ട് വീഴുകയും ആംബുലൻസ് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ കൂടി പറയാം. 1. ഫ്യൂൽ സ്റ്റേഷനിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും നൽകിയിരിക്കുന്ന ശരിയായ ഇൻ ആൻഡ് ഔട്ട് പാലിക്കുക. 2. ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം അതിന് എതിർദിശയിലേക്ക് വാഹനം ദിശ മാറ്റുന്നത് മറ്റു വാഹന ഡ്രൈവർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ ആ ഒരു പ്രവണതയും ഒഴിവാക്കുക. ഇതോടൊപ്പം ആംബുലൻസിന്റെ സൈറൻ കേട്ടിട്ടും വാഹനം വേഗത കുറച്ച് റോഡ് അരികിലേക്ക് ഒതുക്കി ആംബുലൻസിന് കടന്നുപോകാൻ സൗകര്യമൊരുക്കാതെ സഞ്ചരിക്കുന്ന ഒരു കാറും ദൃശ്യത്തിലൂടെ കാണാം. എമർജൻസി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കാതെയുള്ള ഇത്തരം ഡ്രൈവിംഗ് പ്രവണത ഒരു നല്ല ശീലമല്ല. ഇനി കൺവെട്ടം. ഒരു വാഹനം ഇറങ്ങി വരുമ്പോൾ ന്യൂട്രലിൽ ഓടിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത വർദ്ധിക്കുമെന്നും മൈലേജ് കൂടുമെന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണ പരക്കെയുണ്ട്. പക്ഷേ അതിൽ യാതൊരു വാസ്തവമില്ല. കാരണം ഇറങ്ങി വരുമ്പോൾ ന്യൂട്രലിൽ ഓടിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ നിയന്ത്രണോപാധികളായ സ്റ്റിയറിങ്, ബ്രേക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തനക്ഷമമാകുകയില്ല. ക്രമാനുഗതമായ സ്പീഡിൻ്റെ വർധനവ് ഡ്രൈവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതെ വരികയും അപ്രകാരം ബ്രേക്ക് ഫെയ്ഡിങ്ങിനോ, അതായത് ബ്രേക്ക് നിരന്തരമായി ഉപയോഗിക്കുന്നത് വഴി ബ്രേക്ക് ഡ്രം അമിതമായി ചൂടാവുകയും അപ്രകാരം കൃത്യമായ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ലഭിക്കാതെ വരികയും ചെയ്യുന്നു. നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രവണതയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ആയതുകൊണ്ട് ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ കൃത്യമായ ഗിയറിൽ, അതായത് ലോവർ ഗിയറിൽ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുകയും വേഗത നിയന്ത്രിച്ച് വളവുകളിലും മറ്റും അതീവ ജാഗ്രതയോടുകൂടി വാഹനം നിയന്ത്രിക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകുവാനായിട്ട് സാധിക്കും. ആയത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. കേരള മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച് പ്രധാന വാർത്തകളുമായി ഗതാഗത വാര വാർത്തകൾ ഇനി അടുത്ത ആഴ്ച.